നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് സിമ്പിൾ ചെമ്മീൻ സ്റ്റ്യൂ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെമ്മീൻ സ്റ്റ്യൂ തയ്യാറാക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ഏലക്കായ, 3 ഗ്രാമ്പൂ, പട്ട കഷ്ണങ്ങളാക്കിയത്, ചെറിയൊരു കഷ്ണം പട്ടയാണ് എടുത്തിട്ടുള്ളത്, അതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പട്ടയും ഏലക്കായും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് വറ്റൽ മുളകും പച്ചമുളകും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, 8 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു തുടങ്ങുന്നുണ്ട്. ഈ സമയം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും. അങ്ങനെ പൊടികളും കൂടെ ചേർത്തിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നു. ഇനി നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പിന് മുകളിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, പക്ഷെ മുഴുവൻ ഒരുമിച്ച് ഒഴിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇത് ബാക്കി വന്ന തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെമ്മീൻ വേവിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൻ്റെ കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലായിരുന്നു അടച്ചു വെച്ചത്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ കറിയിൽ ഞാൻ തക്കാളിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1 തക്കാളിയൊക്കെ ചേർക്കാം. അതുപോലെ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ കാഷ്യൂനട്ട് കൂടെ ചേർത്തിട്ട് അരച്ചെടുത്ത തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എരിവും കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണം. കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെമ്മീൻ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ്, പക്ഷേ ടേസ്റ്റ് ഒട്ടും കുറവല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റ്യൂ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. ഇത് റൈസിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്